നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിൽ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ആശ്രാമം മൈതാനത്ത് വെച്ച് നടക്കുന്ന ആഘോഷമാണ് കൊല്ലം പൂരം. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ വിപുലമായി ആഘോഷിക്കുന്ന തൃശ്ശൂർ പൂരം പോലെയുള്ള പൂരങ്ങൾ തെക്കൻ ജില്ലക്കാർക്ക് കൂടി ആസ്വദിക്കുവാനായി 1992 ആരംഭിച്ചതാണ് കൊല്ലം പൂരം. കൊമ്പനാനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ പൂരം ആരംഭിക്കുകയായി. പ്രൗഢ ഗംഭീരമായ തെക്കൻ ജില്ലയിലെ പ്രസിദ്ധമായ കൊല്ലം പൂരക്കാഴ്ചകളിലേക്ക് ഒരു പൗരാണിക കലയുടെ ദൃശ്യമാണ് ആ കുടമാറ്റത്തിലൂടെ ഇപ്പോൾ പ്രകടമാക്കിയിരിക്കുന്നത്. തെയ്യത്തിൻ്റെയും തിറയുടെയും ഒക്കെ വർണ്ണാഭമായ കാഴ്ച ഒരു ഭാഗത്ത് അരങ്ങേറുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾ ഒട്ടും മോശക്കാരില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് പുതിയകാവ് ഭഗവതിയുടെ ഗജവീരന്മാരുടെ വർണ്ണോജ്വലമായ കുടമാറ്റം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആകാശരജനിയെ വിസ്മയിപ്പിക്കുന്ന മനോഹര ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഈ പുരുഷാരത്തെ അമ്പരപ്പിക്കുന്ന ദൃശ്യമായ വർണ്ണക്കാഴ്ചകൾ, വർണ്ണചാരുതയുടെ മുക്തഭാവങ്ങൾ കൊണ്ട് മനോഹരമായ ഈ പൂരപ്പറമ്പിലേക്ക് നിങ്ങളുടെ നയനത്തെ അമൃത് പകർന്നുകൊണ്ട് ആനന്ദത്തിൻ്റെ ബന്ധിരേഖത്തിലേക്ക് എത്തിക്കുന്ന ആ മനോഹരമായ പൂരക്കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ദർശിക്കുവാൻ കഴിയുന്നത്. പഞ്ചവാദ്യത്തിൻ്റെ അസുരവാദ്യത്തിൻ്റെ മനോഹരമായ തങ്കത്താളലയ മേളത്തിൽ ആസ്വാദക വൃന്ദത്തിൻ്റെ മനസ്സ് കവർന്നുകൊണ്ടുള്ള പൂരക്കാഴ്ച, കരിവീരന്മാരുടെ മെയ്യഴകനെ വെല്ലുന്ന മനോഹരമായ കുടമാറ്റം, അതാണ് ഇപ്പോൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്നത്. അവർ സജ്ജമാക്കിയിരിക്കുന്ന വർണ്ണാഭമായ ഈ പൂരക്കാഴ്ചയിലേക്ക് ഏവരെയും നിങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യും. കൊല്ലത്തിൻ്റെ ജനാവലി ഈ കൊല്ലം പൂരം ശിരസിലേറ്റുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മേളകലയിൽ തൻ്റേതായ ശൈലി കൊണ്ട് ആസ്വാദകരിൽ നാദവിസ്മയം തീർക്കുന്ന കലാകാരൻ മേളകലാരത്നം ശ്രീ ചേരാനല്ലൂർ ചന്ദ്രകുട്ടിമാരാണ്. സമൂഹ മേളപ്രമാണികളുടെ നിലയിലേക്ക് തെക്കൻ കേരളത്തിൻ്റെ സംഭാവനയായ മേളം പ്രമാണി വാദ്യകലാപ്രതിഭ ശ്രീ കടവൂർ അഖിലും നയിക്കുന്ന മേളവും ആസ്വദിക്കാൻ നമ്മുടെ കൊല്ലം നിവാസികൾക്ക് ഈ കൊല്ലപ്പൂരത്തോടുകൂടി സാധിക്കുകയാണ്. ഈ കുടമാറ്റത്തിന് ശേഷം ഈ മേള വിദ്വാൻമാർ ഇരുചേരിയിലെയും ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരും. അവരുടെ പ്രകടനം ഈ സ്റ്റേജിലും പ്രകടിപ്പിക്കുന്നതാണ്. വർണ്ണങ്ങളിൽ തീർത്ത കുടകൾ അതാ ഇരുചേരിയിലും മാറി മാറി ഉയർത്തുകയാണ്.
വർഷത്തെ കൊല്ലം പൂരത്തിന് ആശംസ നേരുന്നതിനായി നമ്മുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ അവர்களுം ഈ വേദിയിൽ ഇരിപ്പുണ്ട്. പൊതുസമ്മേളനം അവസാനിച്ചതുകൊണ്ടാണ് ഈ കൊല്ലം പൂരം വിജയത്തിലെത്തിക്കുന്നതിന് എല്ലാവരും നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും ഇവിടെ കൊല്ലം പൂരത്തിന് ആശംസ നേരാൻ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗജവീരന്മാരുടെ മുകളിൽ അതാ വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് അതാ ഇരിച്ചേരിയിലെയും ക്ഷേത്ര ഭാരവാഹികൾ അവർ മാസങ്ങളായി നടത്തിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലം അതാ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തൃശ്ശൂർ പൂരം നമ്മളെല്ലാം കാണാൻ പോവുമെങ്കിലും കൊല്ലം പൂരത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ് വർണ്ണ കുടകളുടെ മുകളിൽ ദേവിമാരുടെയും ദേവന്മാരുടെയും മറ്റ് വിസ്മയിക്കുന്ന കാഴ്ചകളുമെല്ലാം തീർത്തുകൊണ്ട് കൊല്ലം പൂരം വൻ വിജയമാക്കി തീർക്കുന്നത്. അതിനെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും ഇരു ക്ഷേത്ര ഭാരവാഹികളോടും അവരുടെ കമ്മിറ്റിയോടും കടപ്പെട്ടിരിക്കുന്നു. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ കൊല്ലം പൂരം വൻ വിജയമാക്കാൻ ഇരുചേരിയിലെയും ക്ഷേത്ര ഭാരവാഹികളും 13 ചെറുപൂരങ്ങൾ വരുന്ന ക്ഷേത്ര ഭാരവാഹികളും ഉൾപ്പെടെ ഈ കൊല്ലം ജനാവലി നൽകുന്ന വലിയ പിന്തുണയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ പുരസ്കാരത്തിൽ വന്നെത്തപ്പെട്ടിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ കൂടെയുള്ളവരിൽ നിന്നും പിരിഞ്ഞു പോയവർ ആരെങ്കിലുമൊക്കെ ഇവിടെ കൂടെയുള്ളവരെ അന്വേഷിക്കുന്നു എങ്കിൽ
ഈ സ്റ്റേജിന് സമീപം എത്തിയാൽ നിങ്ങൾ അന്വേഷിക്കുന്നവർ, നിങ്ങൾ പിരിഞ്ഞു പോയവർ ഇവിടെ നിങ്ങളെ കാത്ത് നിൽപ്പുണ്ട്. നമുക്ക് ദൃശ്യമാകുന്നത് കുടമാറ്റമാണെങ്കിൽ കൊല്ലം പൂരത്തിൽ നമുക്ക് ദൃശ്യമാകുന്നത് ഓരോ വർഷവും വർണ്ണവൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെ വർണ്ണമനോഹരമായ കാഴ്ചകളാണ്. ഇത്തവണയും ഒട്ടും വ്യത്യസ്തമല്ല. പുതിയകാവ് ഭഗവതിയും താമരക്കുളം ശ്രീ മഹാഗണപതിയും നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയാത്തവയാണ് എന്ന് ഈ പൂരം ഒരിക്കൽ കൂടി വിളിച്ചറിയിക്കുന്നു. ഗജവീരന്മാരുടെ മുകളിൽ ഉയർത്തുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ചയായി കൊല്ലം പൂരം മാറുകയാണ്. ഓരോ വർഷവും മനോഹരമായ കാഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പൂരത്തിന്റെ യഥാർത്ഥ തനിമയിലേക്ക് ഈ ദേവീദേവന്മാരും എത്തിക്കഴിഞ്ഞു. പൂരം എന്നാൽ പൂരം, കുടമാറ്റം എന്നാണല്ലോ നാം കേൾക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആധുനിക വിഷയങ്ങൾക്ക് അല്പം
ആശ്വാസമേകി അല്ലെങ്കിൽ അല്പം വിശ്രമം നൽകിക്കൊണ്ട് യഥാർത്ഥ പൂരത്തിന്റെ വർണ്ണക്കുടകൾ ഇരു ഭാഗങ്ങളിലുമായി ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആലവട്ടവും ബെഞ്ചാമരവും വീശി ഗജവീരന്മാരുടെ ശിരസിൽ ഇപ്പോൾ തൃശൂർ പൂരത്തെ ഓർമ്മിപ്പിക്കുന്ന വർണ്ണക്കുടകളുടെ വർണ്ണ മഹോത്സവം ആറാടുകയാണ്. ഈ കുടമാറ്റം അവസാനിക്കാൻ തിരുചേരിയിലെ മേളക്കാർ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചേരണം. ഉച്ചസ്ഥായി എത്തിയിരിക്കുകയാണ്. കുടമാറ്റം അവസാനിക്കുകയാണ്.